ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു നോമ്പിന് കോഴിക്കോട് അതിനടുത്ത ഭാഗത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വരിക, വയത് കഴിഞ്ഞ് വരിക. കുറച്ചുകൂടെ എന്താ ഒരു കാരാനും വന്ന് നിർത്തി എന്നോട് കയറിക്ക് മോനെ എന്നാണ്. ഞാൻ കയറി കുറച്ച് കഴിഞ്ഞ് ബാലു ചോദിച്ചു എന്താ പരിപാടി, ഞാൻ വയതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ വയതിനെ പറ്റിയും നടത്തിയ സംഘാടനയെ പറ്റിയും ഒക്കെ കുറ്റം പറയാൻ തുടങ്ങി. കുറച്ച് കുറ്റം പറഞ്ഞ് ഞാൻ പറഞ്ഞ് കാർ നിർത്തിക്കാളി എന്ന് പറഞ്ഞു. ഞാൻ ഈ കാറിൽ നിന്ന് ഇറങ്ങാണ്, ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്താൻ കുറ്റം പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഞങ്ങളേത് പ്രസ്ഥാനം എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാറിലാണ് പോരുന്നത്, കുറ്റം എന്തും പറയാമെന്നൊക്കെ വിചാരമുണ്ടോ, പക്ഷെ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ കാർ നിർത്തി, ഞാൻ ഇറങ്ങിക്കോളാം. എനിക്ക് എന്തെങ്കിലും വണ്ടി ബാക്കിൽ വരും, ഇനി ഒന്നുമില്ല നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. നടന്നുകൊണ്ട് ആവശ്യമൊന്നുമില്ല, വണ്ടി ഇഷ്ടംമാതിരി ബാക്കിൽ വന്നുകൊണ്ടേ നിൽക്കുന്ന സ്ഥലമാണ് നമ്മൾ കോഴിക്കോട് കുറ്റിയാട്ടൂർ വരെയൊക്കെ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏതെങ്കിലും വണ്ടി വരും, എല്ലാം ഒന്നിൽ ബസ് ഉണ്ട് കയറി പോകുന്നു. ഇത് പോരെ എനിക്ക്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായി പിന്നെ ആ പരിപാടി കഴിഞ്ഞ് അവൻ്റെ പ്രസ്ഥാനത്ത് കുറ്റം പറഞ്ഞാണ്ട് ആക്കാൻ വിചാരിച്ചാ. പക്ഷെ ഞാൻ പറഞ്ഞു അയാളിത് പ്രസ്ഥാനക്കാരൻ എനിക്കറിയില്ല, ഞാൻ സുന്നിയല്ല. അത് നിർത്തി, ഞാൻ നിർത്തി സലാം പറഞ്ഞ് പിരിഞ്ഞ് ചെയ്ത്. അത് പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് അതിൻ്റെ ബാക്കിൽ ഒരു ബസ് വന്നായി കയറി പോവുകയും ചെയ്തു. അത് അങ്ങനത്തെ ഒന്നും നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് സഹിക്കാനില്ല. എന്തെങ്കിലും ഓരോ കാറിൽ പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ വേറെ വണ്ടി ഇഷ്ടമായില്ലേ, അവിടെ ഇറങ്ങിയിട്ട് പോകുന്നു. അതുണ്ടായ ഒരു അനുഭവം കഥ കേട്ടോ. ഓക്കെ.